ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ദഹി വാലി ക്യാപ്സിക്കം മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു 2 ഓണിയൻ എടുത്തിട്ടുണ്ട്, അതിങ്ങനെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുക. ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ, അതും ഞാനിങ്ങനെ കുരുവൊക്കെ കളഞ്ഞിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി നമുക്കൊരു പാത്രം വെക്കുക, അതിലേക്ക് കേടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കേട് ഞാനിവിടെ യോഗട്ടാണ് യൂസ് ചെയ്യുന്നത്, അധികം പുളിയില്ലാതെ തൈര്. അപ്പം നിങ്ങളും അതേപോലെ തന്നെ പുളിയില്ലാതെ തൈര് നോക്കിയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ യോഗട്ടാണെങ്കിൽ യോഗട്ട് എടുക്കുക. ഞാനിവിടെ 1 കപ്പ് യോഗട്ട് എടുത്തിട്ടുണ്ട്, 1 അല്ലെങ്കിൽ 1.25 കപ്പ് വരെ യോഗട്ട് എടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, കട്ടകളൊന്നും ഇല്ലാണ്ടൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുന്നവരെ നുടച്ചു കൊടുക്കുക. ഇനി ഇതിൽ കുറച്ച് മസാല, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ റെഡ് ചില്ലി, 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/4 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി. ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ മസാലയൊക്കെ കേടുമായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആകുന്ന വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കട്ട് ചെയ്ത് വെച്ച ഒണിയനും അതേപോലെ ക്യാപ്സിക്കും ഇതിലേക്ക് ഇട്ടിട്ട് അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലൊരു കോട്ടിങ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ വേസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ട് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാനുള്ള എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതേപോലെ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ബാക്ക് ടു റെസിപ്പി. ഇനി ഇതാ നല്ലോണം ഞാനൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയും ക്യാപ്സിക്കത്തിലും തൈരും മസാലയൊക്കെ എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഒരു പാന് വെക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിൽ കൂടെ തന്നെ കായത്തിൻ്റെ പൗഡർ ഒരു പിഞ്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വീതം ജിഞ്ചറും ഗാർലിക്കും പിന്നെ ഒരു 3 ഗ്രീൻ ചില്ലി സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം സോട്ട് ചെയ്യുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൊഴിയുന്ന വരെ ഒന്ന് സോട്ടേ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഗ്രീൻ ചില്ലിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് വേണമെങ്കിൽ എടുക്കാം, 1.5 ടീസ്പൂൺ പേസ്റ്റ് എടുത്താലും മതിയാവും. ഓക്കെ, അപ്പോൾ ഇത് ചെറുങ്ങനൊന്ന് മുരിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ക്യാപ്സിക്കും ഓണിയനും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ കേടൊക്കെ അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് വടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആകെ 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ചപ്പാത്തിനോടും അതേപോലെ ചോറിനോടൊക്കെ സൈഡായിട്ട് വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാം നല്ലോണം തുടച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കേട് നല്ല കട്ടിയുള്ള കേടാണെന്നുള്ളത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ ചൂട് തട്ടുമ്പോൾ നല്ലോണം ഒന്ന് വെള്ളമായിട്ട് ഇറങ്ങി വരും കേടൊക്കെ. ഓക്കെ, അപ്പം ഇതിൽ വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ഈ ഓണിയനും ക്യാപ്സിക്കും നല്ല രീതിയിലൊന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിത് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നല്ലോണം ഒന്ന് വെന്തൊക്കെ കിട്ടും ഉള്ളിയും ക്യാപ്സിക്കൊക്കെ. എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചിക്കൻ ടിക്ക മസാല ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ചെറിയൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വെന്തടിഞ്ഞ് കിട്ടണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടോ. വലിയ ഉള്ളി പച്ചക്ക് കഴിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ വേഗം തന്നെ ഒന്ന് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളിൻ്റെ കളറൊക്കെ ആ പിങ്ക് കളറൊക്കെ മാറിയിട്ട് ഒരു വൈറ്റ് ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ നോക്കുക, ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു പിഞ്ച് ഓഫ് ഷുഗറാണ്. ആവശ്യമാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കൊരു ചെറിയൊരു മധുരപ്പം വേണ്ടിയിട്ടാണ് ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പം ഒരു പിഞ്ച് ഓഫ് ഒരു നുള്ള് കേട്ടോ, ഒരു ചെറുനുള്ള് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേ സമയം ഉപ്പും കൂടി നോക്കുക, ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്നും കൂടി ഞാനൊരു മിനിറ്റത്തേക്ക് ഒന്ന് കുക്ക് ചെയ്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 3 മിനിറ്റ്സ് കൂടി ഞാനൊന്ന് അടച്ചു വെച്ച് കുക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓണിയനും ക്യാപ്സിക്കും നല്ലോണം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം മേലെ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ സമയം നമുക്ക് ഇതിലേക്ക് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ആദ്യം ആഡ് ചെയ്തത്. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കൈ വെച്ചൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
നല്ല ഡ്രൈ ആയിട്ടുള്ള കസൂരി മേത്തിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൽ കുറച്ചും കൂടി ഒന്ന് കേട് വേണം, അല്ലെങ്കിൽ എരിവൊക്കെ കുറച്ച് കൂടിപ്പോയോ അങ്ങനെ എന്തെങ്കിലും മസാലകൾ കുറച്ച് കൂടിപ്പോയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കേട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓപ്ഷനാണ്, വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കേട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താലും മതി. ഞാനിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കുഴഞ്ഞിരിക്കണം, ഉള്ളിയും ആ ക്യാപ്സിക്കം നല്ലോണം കുഴഞ്ഞിരിക്കണം. പിന്നെ ഒരു സെമി ഗ്രേവീൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. അധികം തിക്കുമല്ല അധികം ലൂസും അല്ല. ലൂസായിപ്പോയ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഗ്രേവിയിൽ എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുക്കിംഗ് ക്രീമാണ്. ഒരു 2-3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറുമാണ്, അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മളെ അടിപൊളിയായിട്ടുള്ള ദഹി വാലി ക്യാപ്സിക്കം മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ 2 സാധനങ്ങളിലൂടെയാണ്. ഒരു പിഞ്ച് ഓഫ് ക്യുമിൻ പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റായിട്ട് ഞാനൊരു പിഞ്ച് ഓഫ് ക്യുമിൻ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 ടീസ്പൂണൊന്നുമില്ല, 1/4 ടീസ്പൂണും കുറവ് മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇവിടെ ലാസ്റ്റായിട്ട് ചോപ്ഡ് കൊറിയാൻഡർ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 3-4 തണ്ട് എടുത്തിട്ടുണ്ടാകും, അതുകൂടി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. അടിപൊളിയായിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല അടിപൊളി കറിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്ത ആൾക്കാർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ റെസിപ്പീസിന് വേണ്ടിയിട്ട് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഫോളോ ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യുക. അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.